കേളി കലാ സാംസ്കാരിക വേദിയുടെ ഹൃദയപൂർവ്വം പദ്ധതി സഹായം ഏറ്റുവാങ്ങി സമുദ്രതീരം കൂട്ടുകുടുംബം. സൗദി അറേബ്യയിലെ റിയാദ് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ കേളി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കൊല്ലം കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ അച്ഛനമ്മമാർക്കായി 15 ദിവസത്തെ ഭക്ഷണ ചെലവിലേക്കായി 1,05,000 രൂപ 6 തവണകളായി സമാഹരിച്ചു നൽകുന്ന ചടങ്ങ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സേതുമാധവൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ മനുഷ്യത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. കേളി കലാസാംസ്കാരിക വേദി സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേളി കലാസാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഷാജിയും ദസ്തക്കീറും നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ എല്ലാം വീടുകളിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രവാസി ജീവിതം നയിക്കുന്നത് അവരുടെ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായും അവിടുത്തെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്യനാടുകളിൽ പോയി പകലന്തോളം അവർ അധ്വാനിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളികൾ, നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കുന്നവരായിട്ടുണ്ട്. അവരിൽ നിന്നും വ്യത്യസ്തരായി അവരുടെ കുടുംബത്തെയും അവരുടെ കാര്യങ്ങളും എല്ലാം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഇത്തരത്തിൽ പാവപ്പെട്ട അശരണരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടി നൽകുക എന്ന ഏറ്റവും ഉയർന്ന ഒരു മാനവ ചിന്തയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനത്തിലേക്ക് അവർക്ക് ഏർപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീമാൻ റൂവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ട് എത്രയോ വർഷമായി. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും കേരളത്തിലെ ഇതുപോലുള്ള കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിന് അപ്പുറത്തോട്ടൊക്കെ മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ തന്നെ അപൂർവമാണ്. പരസ്പരം സഹായിക്കുന്ന മനോഭാവം തന്നെ ഏറെ കുറവാണ്. നമ്മുടെ നാട്ടിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അന്യമത വിദ്വേഷം വളർത്താനും എല്ലാമുള്ള വലിയ പരിശ്രമം നടത്തുന്നൊരു നാടാണ് നമ്മുടെ നാട്. ആ രാജ്യത്താണ് നമ്മളും കേരളത്തിൽ താമസിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മളിവിടെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങളിലും വ്യത്യസ്ത ചിന്താഗതിയും വ്യത്യസ്ത ജീവിത സാഹചര്യമൊക്കെ ഉള്ളവർ ഇവിടെ ഒത്തുകൂടുമ്പോൾ നമ്മളെ സംബന്ധിച്ചെല്ലാം എല്ലാവർക്കും ഒരേ പ്രശ്നമാണ്. വാർദ്ധക്യ സഹജമായിട്ടും അല്ലാതുള്ള രോഗങ്ങളും മറ്റ് ആശ്രയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് സംരക്ഷിക്കാനും അതൊരു വലിയ പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരാനും അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിലെ നല്ല മനസ്സുള്ള ആളുകളുടെ സഹായം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് രാജ്യത്തൊരു വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോലെ തന്നെ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ എത്തിയില്ലെങ്കിലും
ഒരു വലിയ പ്രശ്നമായി സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ വാർദ്ധക്യം ഒരു വലിയ പ്രശ്നമായി വരികയാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ വയസ്സായ ആളുകളുടെ എണ്ണം നമ്മുടെ കേരളത്തിലുള്ള മലയാളികളുടെ 1/5 ആളുകളാണ്, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ. 2030 ആകുമ്പോൾ അത് 4/1 ആകും. 25% ആളുകൾ വാർദ്ധക്യം പ്രാപിച്ചവരാണ്. ഇന്ന് നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ കേരളം ഉണ്ടാകുന്നൊരു കാലം 57-ലാണ്. അന്ന് ആളുകളുടെ മരണം 50-ാമത്തെ വയസ്സിലാണ്. ശരാശരി 50 വയസ്സാകുമ്പോൾ ആൾ മരിക്കും. ഇപ്പോൾ ആളുകൾ മരണപ്പെടുന്നത് 80 വയസ്സ് ശരാശരി കഴിഞ്ഞിട്ടാണ്. നമ്മുടെ ആയുർദൈർഘ്യം കൂടി. കേരളത്തിൽ കുട്ടികൾക്ക് വലിയ സംരക്ഷണമുള്ള സംസ്ഥാനമാണ്. എല്ലാ വിഭാഗം ആളുകളെയും സംരക്ഷിക്കുന്നുണ്ട്. കുട്ടികളുടെ മരണനിരക്ക് കുറവാണ് ഇവിടെ. പ്രസവ സമയത്തുള്ള മരണനിരക്കൊക്കെ മറ്റ് സംസ്ഥാനത്തൊക്കെ വളരെ വളരെ കൂടുതലാണ്. രാജ്യത്ത് വലിയ തോതിലാണ്. ഇവിടെ അതിലെല്ലാം തന്നെ വലിയ നിയന്ത്രണമുണ്ട്. കുട്ടികൾ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണമുള്ള രാജ്യമാണ് നമ്മുടെ സംസ്ഥാനം. 2 കുട്ടികൾ എന്നുള്ളത് 1 ഇപ്പോൾ. 1 കുട്ടി മതി എന്ന നിലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ പെരുപ്പം മറ്റ് സംസ്ഥാനം പോലെ നമുക്കില്ല. കുട്ടികളുടെ മരണവും രോഗം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം വാർദ്ധക്യം വന്ന ആളുകളുടെ പ്രശ്നമാണ്. അപ്പോൾ വാർദ്ധക്യ സൗഹൃദം, വയോജന സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കുകയും അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ മറ്റ് വിശദാംശത്തേക്കൊന്നും പോവുകയല്ല. അപ്പോൾ അതൊരു സർക്കാരിൻ്റെ സംവിധാനം കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു മനോഭാവമാണ് ഏറ്റവും പ്രശ്നം. ഇപ്പം നമുക്കിവിടെ നാട്ടിലുണ്ടായിട്ടുള്ള പല വലിയ അപകടങ്ങൾ, ഇപ്പോൾ പ്രളയം ഉണ്ടായ ഘട്ടത്തിലും കോവിഡ് വന്ന സമയത്തുമെല്ലാം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിലാണ് ആളുകൾ ഇവിടെ പരസ്പരം സഹായിച്ചത്. ഗവൺമെൻറ് മിഷനറി പ്രവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനം വലിയ ശക്തമായി പ്രവർത്തിച്ച സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ ആളുകൾ സ്വയം സന്നദ്ധമായി ഇത്തരം ഈ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് ഓടിയെത്താനും അവരെ സഹായിക്കാനും അവരെ സാമ്പത്തികമായി സഹായിക്കാനും മറ്റു രൂപത്തിലുള്ള സഹായം ചെയ്യാനും എല്ലാമുള്ള ഒരു പരസ്പരം മലയാളികൾക്കുള്ള ഒരു മനസ്സ്, അത് ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. ഇതിനെല്ലാം തന്നെ ആളുകളെ കമ്പാർട്ട്മെൻറ്റ് തിരിക്കും. അവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പഴയ കാലത്തുള്ള ജാതി വ്യവസ്ഥയൊക്കെ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇവിടെ അങ്ങനെയെല്ലാം അപ്പുറത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരും. ഇവിടെ അതെല്ലാം കൊണ്ടുവരാനുള്ള പരിശ്രമമൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ശക്തമായി. എന്നാലും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു ഉയർന്ന ചിന്ത, അത് നമുക്കുണ്ടായിട്ടുള്ളൊരു സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ഒരു ഉയർച്ച, നമുക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലം, ഇതെല്ലാം കേരളം ഇങ്ങനെ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി വന്നു ചേർന്ന മലയാളികൾ വന്നു ചേർന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതി നമ്മുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ഉള്ള സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മലയാളികൾ ഏത് രാജ്യത്ത് പോയി എത്ര കഷ്ടപ്പെട്ട് ഉള്ള പൈസ അവർക്ക് വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കാതെ അവർക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് ഇടാനും കൂടുതൽ സമ്പത്തുണ്ടാക്കാനും അങ്ങനെ അവരുടെ കുടുംബത്തെയും കാര്യമൊക്കെ നോക്കി വേണ്ടി ജീവിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല, മെച്ചമുണ്ടായിട്ടല്ല, പക്ഷേ ഇതിനോടൊപ്പം ഒരു ചെറിയ സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഏറ്റവും ഉയർന്ന ഒരു ചിന്തയാണ് അതിൽ അവരെ നയിച്ചിട്ടുള്ളത്. അതിൽ കേളി സാംസ്കാരിക സമിതി പ്രവാസി മേഖലയിൽ ഏറ്റവും പ്രമുഖമായിട്ടൊരു സംഘടനയാണ്. ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ഈ കേന്ദ്രവും നമ്മുടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായി തന്നെ മിസ്റ്റർ റൂവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ നല്ലതുപോലെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നു രാവിലെ 11 മണിക്ക് സമുദ്രതീരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേളി ഫൗണ്ടേഷൻ രക്ഷാധികാരിയും ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എ ദസ്തക്കീർ അധ്യക്ഷത വഹിച്ചു. കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജി റസാക്ക് സ്വാഗതം ആശംസിച്ചു. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം വി ജയപ്രകാശ്, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, CPIM ഏരിയ സെക്രട്ടറി PV സത്യൻ, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന്, പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് മാനവം, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N സതീശൻ, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി B ഷാജി, കേളി അസീസിയ ഏരിയ കമ്മിറ്റി അംഗം അനീസ് അൽഫനാർ, വിജയൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള അന്ന് കണ്ണൂരിൽ നിന്നുള്ള ഒരു സഖാവ്, LC സെക്രട്ടറി ആയ സഖാവ്, അങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗത്തും ഉള്ള ഇടതുപക്ഷ പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് റിയാദ് കേളി സാംസ്കാരിക വേദി. യഥാർത്ഥത്തിൽ ആദ്യം കൂടുമ്പം
നിങ്ങൾക്കറിയാം, ഒരു ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അവിടെ ഈ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളോ മറ്റു ഒന്നും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ആർക്കും സ്വാതന്ത്ര്യമില്ല, പ്രത്യേകിച്ച് നമുക്ക്. എന്നാൽ വളരെ ബുദ്ധിമുട്ടി, വളരെ ത്യാഗം സഹിച്ച് ആണ് ഈ സംഘടന രൂപം നൽകിയത്. ഇന്ന് പ്രവാസ ലോകത്തെ, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സംഘടനയായി ഈ നമ്മൾ കേളി കലാ സാംസ്കാരിക വേദിക്ക് വളരാൻ വേണ്ടി കഴിയും. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനയാണ്. ആദ്യമേ ഞങ്ങൾ അന്ന് തുടങ്ങിയപ്പം ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പം സൗദി അറേബ്യയിൽ ആ കാലത്ത് ഒരാൾ മരണപ്പെട്ടാൽ 5-6 മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോഡി നമ്മളെ നാടുകളിലെത്തും. കേളിയുടെ പ്രവർത്തനം, കേളി സജീവമായതിനു ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ അവിടെ മരണപ്പെടുന്ന ആളുകളുടെ ബോഡി അടക്കം നാട്ടിലെത്തിക്കുവാൻ വേണ്ടി കേളിയുടെ ഒരു പ്രവർത്തന ഫലമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ നിരവധി ആളുകൾ വിവിധ ചെറിയ ചെറിയ കേസുകളിൽപ്പെട്ട ജയിലിലായിട്ടുണ്ട്. അവരെ സഹായിക്കുന്നതിന്, അവരെ പുറത്തു കൊണ്ടുവരുന്നതിന്, അവരെ നാട്ടിൽ കയറ്റി വിടുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത്, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം, അസുഖമായി കിടക്കുന്ന ആളുകളെ, അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ട് കായിക മേഖലയിൽ വലിയ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വലിയ യുവജനോത്സവങ്ങൾ, ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വലിയ ഫുട്ബോൾ മത്സരങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലും ഇടപെട്ട് ഒരു ശരീഅത്ത് നിലനിൽക്കുന്ന രാജ്യത്ത് പോലും കേളി സാംസ്കാരിക വേദി അവിടുത്തെ ഒരു അതിഥി സംഘടന എന്ന പോലെ കേളിയെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് നമുക്കവിടെ പ്രവർത്തിച്ച് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വർഷവും 1000 യൂണിറ്റ് രക്തം ദാനം ചെയ്യുന്ന ഒരു സംഘടനയായി കേളി മാറി. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികാരികൾ, അവിടുത്തെ ഇസ്ലാം മത ഭരണം നിലനിൽക്കുന്ന രാജ്യത്തെ ഭരണാധികാരികൾ, ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കേളിയുടെ പ്രധാന പ്രവർത്തകരെ അംഗീകരിക്കുവാനും അവർക്ക് ആവശ്യമായ സഹായം കിട്ടുന്ന സംഘടന എന്ന നിലയിൽ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കേളി. അത് കേരളത്തിൽ നമ്മൾ NS ഹോസ്പിറ്റലിന് ഡയാലിസിസ് മെഷീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് EK നായർ ട്രസ്റ്റിന് ആംബുലൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ അവിടുത്തെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്യുന്ന സംഘടനയായി മാറി. അത് മാത്രമല്ല, ലോകത്താദ്യമായി പ്രവാസ ജീവിതം നാട്ടിൽ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ 55 വയസ്സ് തികഞ്ഞ 2 വർഷക്കാലം കേളിയിൽ മെമ്പറായിരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ മാസവും വിശ്രമ ജീവിതം നയിക്കുന്ന പ്രവാസിക്ക് ഒരു ചെറിയ തുക, ഒരു മാസം ഒരു തുക വെച്ച് 1 വർഷത്തെ തുക ഒന്നിച്ച് ഈ അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംഘടനയായി ഈ സംഘടന മാറി. ലോകത്തൊരു സംഘടനയും പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംഘടന ഇല്ല കേട്ടോ. ഈ അങ്ങനെ കൊടുക്കുന്ന സംഘടനയായി മാറി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള, നേരത്തെ ഷാജി റസാഖ് പറഞ്ഞതുപോലുള്ള നാട്ടിലെ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സഹായിക്കണം. അവർക്കുള്ള കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് 1 ലക്ഷം പൊതിച്ചോറ് ഇതുപോലുള്ള ഈ പാവപ്പെട്ട ആളുകൾക്ക്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സഹായിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് വ്യക്തിപരമായി ഈ സ്ഥാപനവും ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുള്ള റൂബൽ സിംഗും നമ്മളോടുള്ളെല്ലാം പരിചയം വെച്ചുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനത്തിന് കൂടി നിങ്ങളെ സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന മാനിച്ചാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 1,05,000 രൂപ, അങ്ങനെയല്ലേ ഷാജി? 1,05,000 രൂപയുടെ സഹായമാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. ആ 1,05,000 രൂപ ഇവിടുത്തെ അക്കൗണ്ടിൽ വരും. അവർ അക്കൗണ്ട് നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ 6 തവണകളായി, അങ്ങനെയല്ലേ, 6 തവണകളായി ഈ അക്കൗണ്ടിൽ, ഈ ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ള അക്കൗണ്ടിൽ ഈ തുക വരും. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് തുക വരും. അങ്ങനെ തുടർച്ചയായി 6 തവണയായി 1,05,000 രൂപ ഈ ട്രസ്റ്റിന് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയമുള്ളവരെ, ഇവിടെ ദസ്തഗീർ സഖാവ് സൂചിപ്പിച്ചതുപോലെ റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവാസി സംഘടനയാണ് കേളി കലാ സാംസ്കാരിക വേദി. 2001 രൂപീകരിച്ച് റിയാദിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് കേളി നാട്ടിലെ 14 ജില്ലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 11ാമത് കേന്ദ്ര സമ്മേളനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ നിരാലംബരായിട്ടുള്ള ആൾക്കാർ വസിക്കുന്ന പ്രദേശങ്ങളിൽ, അത്തരം സ്ഥാപനങ്ങളിൽ 1 ലക്ഷം പൊതിച്ചോറ് നൽകുക എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും വിവിധ
സ്ഥാപനങ്ങൾക്ക് 1,00,000 പൊതിച്ചോറ് നൽകുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ആ പദ്ധതി പ്രഖ്യാപിച്ച് ഏകദേശം 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ച പ്രകാരമുള്ള അതിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ വളരെ വിജയകരമായി ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം പദ്ധതികൾ തുടർന്ന് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും പ്രവാസികൾ നാട്ടിലെ പല വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഇത്തരത്തിലുള്ള നിരാലംബരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനും മുൻകൈയെടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേളി പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയും നാട്ടിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തി മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടതാണ് റിയാദ് കേളി കലാ സാംസ്കാരിക വേദി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നാട്ടിലും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ കേളിയുടെ മുൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ ഇതുമായി ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രസ്ഥാനവും ഞങ്ങളുടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള CPIMൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവാസി സംഘടന തന്നെയാണ് കേളി കലാ സാംസ്കാരിക വേദി. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഭാഗമെന്നുള്ള രീതിയിൽ പരസ്യമായി അവിടെ ഒരു പ്രവർത്തനം നടത്തുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും കൃത്യമായി തന്നെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ നാട്ടിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുകൂടി തന്നെ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലായിട്ട് സംസാരിച്ച് പോകുന്നില്ല. തീർച്ചയായും വരും കാലങ്ങളിലും ഞങ്ങൾ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായും നാട്ടിലും അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും ഇനിയും അത്തരം പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കേളിയുടെ രൂപീകരണ കാലം മുതൽ കേളിയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെയേറെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് ദസ്തഗീർ സഖാവാണ്. സഖാവിനെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പദ്ധതിയുടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ സേതുമാധവനാണ്. സഖാവിനെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിലൂടെ എത്തിയിട്ടുള്ള സഖാവ് വി ജയപ്രകാശ് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. സഖാവിനെ ഇവിടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് PV സത്യൻ സഖാവിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രവാസി സംഘം കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് നിസാർ അമ്പലംകുന്ന് കേളിയുടെ മുൻ പ്രവർത്തകൻ കൂടിയാണ്. സഖാവിനെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് സന്തോഷ് മാനവത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് N സതീഷിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി സഖാവ് B ഷാജിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കേളിയുടെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റിയുടെ അംഗം കൂടിയായിട്ടുള്ള സഖാവ് അനീസ് അൽഫലാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ശരത്ചന്ദ്രൻ പിള്ളയാണ്. സമുദ്രതീരത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും കേളി കലാ സാംസ്കാരിക വേദിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 21 രൂപീകരിക്കുകയും കഴിഞ്ഞ 25 വർഷക്കാലമായി തുടർച്ചയായി പ്രവർത്തിച്ച് ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സംഘടനയായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും കലാ സാംസ്കാരിക രംഗത്തുമെല്ലാം ഒരു പ്രമുഖ സംഘടനയായി ഇതിനകം മാറിത്തീർന്നിട്ടുണ്ട്. അവരുടെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അവരുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉദ്ഘാടകൻ എന്നെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി സൂചിപ്പിച്ചു. അത്തരത്തിലുള്ള കേളിയുടെ പ്രവർത്തനം ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പല സംഘടനകളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനസ്സിലാകും. എങ്കിലും ഒരു നായക സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കേളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1,05,000 രൂപയാണ് ഇവിടെ സഹായമായി ലഭിക്കുന്നത്. 1,00,000 പൊതിച്ചോർ എന്ന പദ്ധതി നടത്തി വിജയകരമായി പൂർത്തീകരിച്ച്
ഇപ്പോൾ ഇവിടെ തന്നെ 1,50,000 രൂപ നൽകുകയാണ്. ഈ സ്ഥാപനത്തിന് അതൊരു സഹായകരമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം നമ്മുടെ ചാത്തന്നൂർ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ജില്ലയിലെ ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹിക സാംസ്കാരിക രംഗത്തുമെല്ലാം സമുദ്രതീരം ഒഴിവാക്കപ്പെടാനാവാത്ത അല്ലെങ്കിൽ മികച്ച ഒരു സംഘടനയായി ഇതിനകം മാറിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം ഓരോ ദിവസം കഴിയുന്തോറും മികച്ച നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. നിരവധിയായ പദ്ധതികളാണ് ഈ ഓരോ വർഷവും വിവിധ മാസങ്ങളിലായി ഇവിടെ ഈ സമുദ്രതീരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സാമ്പത്തിക ബാധ്യത ജീവകാരുണ്യ പ്രവർത്തനത്തിനും കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും സമൂഹത്തിലെ മറ്റ് വിഷയങ്ങൾ ഇടപെടുന്നതിനും വലിയ സാമ്പത്തിക ബാധ്യത സമുദ്രതീരത്തിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വലിയ പ്രയാസപ്പെട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതും അതിൽ വലിയ പങ്ക് റൂവൽ സിംഗിന് വഹിക്കുന്നു എന്നതും ഒക്കെ നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നത് റൂവൽ സിംഗിനും ഈ സ്ഥാപനത്തിനും പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആത്മവിശ്വാസത്തോട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായകരമാകും എന്ന കാര്യം തർക്കമില്ല. അതുകൊണ്ട് തന്നെ കേളി നൽകിയ ഈ സഹായം വളരെ വലുത് എന്ന നിലയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേളി കൂടുതൽ നടത്തി ആ മേഖലയിലെ ഉയരങ്ങളിൽ എത്തുന്ന ഒരു സംഘടനയായി, മനുഷ്യരെ സഹായിക്കുന്ന ഒരു സംഘടനയായി കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ സമുദ്രതീരം ഇവിടുത്തെ അന്തേവാസികളുടെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വിഹിതം നൽകാൻ എടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും കേളിയുടെ ഒരു അംഗം എന്നുള്ള നിലയിൽ 2007 മുതൽ 2013 വരെ കേളിയുടെ ഒരു പ്രവർത്തകനായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ അഭിമാനം തന്നെയുണ്ട്. കേളിയുടെ ലാഭവിഹിതത്തിൽ നിന്നല്ല ഇത്തരമൊരു സംരംഭം ചെയ്യുന്നത്. കേളിയുടെ ഓരോ അംഗവും അവർ എല്ലാ മാസവും നൽകുന്ന അവരുടെ മെമ്പർഷിപ്പ് വിഹിതത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നമ്മളെ നാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങളിലും ഈ നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങളിലുമൊക്കെ ഒരു വിഹിതം കൊടുക്കാൻ കേളിക്ക് കഴിയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരാണ് കേളിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ. വിശേഷിച്ച് അവരൊക്കെ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ്. കേളിയുടെ മെമ്പർഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ആ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ തന്നെ നാട്ടിൽ SFI DYFI പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചവർ തന്നെയാണ് എന്നുള്ളതും അവിടുത്തെ അവരുടെ പ്രവാസ ജീവിതം കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവർ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഏത് തരത്തിലാണോ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയത് ആ തരത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് നാട്ടിൽ അത്തരം പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് കേളിയുടെ നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവർത്തകർ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് ദസ്തക്കീർ, മറ്റൊന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന്, ഞാനടക്കമുള്ള ഒട്ടേറെ ആളുകൾ കേളിയുടെ ദൈനംദിന പ്രവർത്തകരായി അവിടെ പ്രവർത്തിക്കുകയും തിരിച്ച് നാട്ടിൽ വരുമ്പോൾ പൊതുസമൂഹത്തിൽ പൊതുജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതെന്നുള്ളതും കേളിയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഇത്തരമൊരു സ്ഥാപനത്തിലേക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്തരം അശരണരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ നമ്മളെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ധാരാളം ആളുകൾ യാതൊരു വിധ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലഞ്ഞു തിരിയുന്നവരുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അതിൽ കുറച്ച് ആളുകളെങ്കിലും ഇവിടെ കൊണ്ട് രോഗാതുരരും അല്ലാത്തവരുമായ കുറച്ച് ആളുകളെങ്കിലും കൊണ്ടുവന്ന് ഒരു കൂരയ്ക്ക് കീഴിൽ മഴയും വെയിലും ഏൽക്കാതെ അവർക്ക് ആഹാരവും നൽകി വസ്ത്രവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും അവരുടെ മാനസിക ഉല്ലാസത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന സമുദ്രതീരം എന്ന് പറയുന്ന സ്ഥാപനവും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന റൂവൽ സിംഗും അതിൻ്റെ പ്രവർത്തകരും അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും അവരെയൊക്കെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം കേളിയെയും ഒരിക്കൽ കൂടി കേളിക്കുള്ള അഭിനന്ദനങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിരവധി പരിപാടികളിൽ ദൈനംദിനം നാം പങ്കെടുക്കുമെങ്കിലും ജീവിതത്തിൽ ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഒരു ചടങ്ങായി ഈ പരിപാടി ഞാൻ നോക്കിക്കാണുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അശരണരും നിരാലംബരുമായ ധാരാളം ജനങ്ങളുണ്ട്. അവരെ പുനരധിവസിപ്പിക്കുക എന്ന ചിന്ത ഉടലെടുത്തുകൊണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിച്ച് സമൂഹത്തിന് മാതൃകയാകുവാൻ ഒരു മനസ്സുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പുണ്യമാണ്.
കേളി സാംസ്കാരിക വേദി പോലുള്ള ഒരു സംഘടന മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തള്ളി നീക്കുമ്പോൾ അതിൽ നിന്ന് മിച്ചം വയ്ക്കുന്നൊരു വിഹിതവും കൂടി ഈ പരിപാടിക്ക് കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നു. ഇതുപോലെ ഒരുപാട് സംരംഭങ്ങൾ ഞാൻ പത്രങ്ങളിലെല്ലാം വായിച്ചിട്ടുണ്ട്. കേളി ചെയ്തിട്ടുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക രംഗത്ത് ഇടപെടലുകളെല്ലാം. തീർച്ചയായിട്ടും ഈ വർഷം നമ്മുടെ ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അശരണർക്ക് ഇങ്ങനൊരു സഹായം ചെയ്യുവാൻ മുൻകൈയെടുത്ത ശ്രീ ദസ്തക്കർ, അതുപോലെ തന്നെ ഇതിൻ്റെ കേളിയുടെ ഭാരവാഹികളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളൊരു കുടുംബത്തിലുള്ള ഒരു 2-3 പേരെ പോറ്റുവാൻ നാം എന്തുമാത്രം അധ്വാനവും കഷ്ടപ്പാടുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിരവധി ആളുകളെ ഒരു സ്ഥാപനത്തിന് കീഴിൽ ദൈനംദിനം അന്നപൂട്ടി അവരുടെ വസ്ത്രങ്ങൾ നൽകി അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഊന്നിക്കൊണ്ട് നടത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് നമ്മുടെ ഈ നേത്ര പരിശോധനാ ക്യാമ്പ്. അതിലൂടെ 10,000ങ്ങൾക്ക്, എനിക്ക് ഒരു ക്യാമ്പിൽ തന്നെ ഏതാണ്ട് 10,000, 2,000, 3,000, 4,000 പേര് പങ്കെടുക്കുന്ന ക്യാമ്പുകളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിലൂടെ നിരവധി ആളുകൾക്ക് വെളിച്ചം നൽകുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചരിതാർത്ഥജനകമാണ്. അങ്ങനെ വെളിച്ചം കൊടുക്കുവാൻ തേടിയെത്തുന്ന അല്ലെങ്കിൽ അന്ധത നിവാരണത്തിനായി ഈ സ്ഥാപനത്തെ സമീപിക്കുന്ന ആളുകളിൽ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്. ആ പണക്കാർ തന്നെ അവരുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് മറ്റ് ഇതര കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം തന്നെ വിനിയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ഈ ജീവിതത്തിൽ ഈ അന്ധത നീക്കിയതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ കണ്ണു തുറന്ന് കാണുവാനുള്ളൊരു വെളിച്ചവും കൂടെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ഥാപനം കുറച്ചുകൂടി പുരോഗതിയിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. തീർച്ചയായിട്ടും അത്തരം ആളുകളുടെ ഉള്ളിലേക്ക് ഈ വെളിച്ചം കടന്നു വന്ന് ഇത്തരം സ്ഥാപനങ്ങളിലെ പാവപ്പെട്ട അന്തേവാസികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിലപാടുകളിലൂടെ അവരുടെ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ ധന്യമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്നെ കൂടി ക്ഷണിച്ച അതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള ചടങ്ങിൽ നന്ദി പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെ കേളി എന്ന സംഘടന ഇവിടെ വരികയും നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഒരു തുക സംഭാവന ചെയ്യുകയും ചെയ്ത ആദ്യമായിട്ട് ഈ സംഘടനയെ, നമ്മളെ കേളി സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അധ്യക്ഷനായ കേളി ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരിയും നമ്മുടെ പ്രവാസി സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പറുമായ ദസ്തക്കർ സാഹബ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മളെ കെ സേതുമാധവൻ സഖാവ് ഇവിടെ 2, 3, 4 പ്രാവശ്യം ഇവിടെ വരികയും നമ്മൾ അച്ഛനമ്മമാരെ കാണുകയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ചെയ്യുന്ന അദ്ദേഹം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ചാത്തന്നൂർ ഏരിയ സെക്രട്ടറിയുമായ അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസാ പ്രസംഗം ചെയ്ത നമ്മളെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ വി ജയപ്രാജ് സഹാബ് നേരത്തെ ഇവിടെ വന്ന് നമ്മളെ അച്ഛനമ്മമാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ ഈ വേദിയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്താമെന്ന് പറഞ്ഞ നമ്മളെ ഏരിയ സെക്രട്ടറി PB സത്യൻ സഹാബിനും ഞാൻ ഈ വേദിയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന് സഹാബിനെയും ഞാൻ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ സന്തോഷ് മാനവത്തിനെ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ CPIM LC സെക്രട്ടറി M സതീശൻ, നമ്മളെ പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി B ഷാജി, കേളി ഏരിയ കമ്മിറ്റി അംഗം അനീഷ് എന്നിവരെയും അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന വിജയണ്ണൻ, നമ്മൾ അശോക് കുമാർ,
അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ അച്ഛനമ്മമാർ, ഇവിടെ സമുദ്രതീരത്തിൻ്റെ സ്റ്റാഫുകൾ, മറ്റ് പ്രവർത്തകർ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.